സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് 10 ദിവസത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ പ്രധാനപ്പെട്ട ഒരു 3 കണ്ടീഷൻ ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, ഈ ടോമോഹോക്സ് എന്ന് പറഞ്ഞ ആ ഒരു മിസൈൽ ഉണ്ടല്ലോ, അത് എത്രയും വേഗം ഉക്രൈനിൽ എത്തിക്കണം. എന്നിട്ട് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ബോർഡർ ഏരിയ എവിടെ വെച്ചിട്ടാണ് യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് ലൈനിൽ വെച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കുക. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയും കൂടെ സമ്മതിക്കണ്ടേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടോമോഹോക്സ് മിസൈൽ ഉക്രൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ റഷ്യയ്ക്ക് നല്ല രീതിയിലുള്ളൊരു പ്രഷറാവും. അപ്പോൾ ആ ഒരു വിഷയത്തോടു കൂടി പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, എനിക്കൊരു ഡൗട്ട്. ഈ പുടിൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഹംഗറിയിൽ വെച്ചിട്ട് മീറ്റിംഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഇപ്പം എന്താണ് സംഭവം? ഇപ്പം ട്രംപാണ് ഇനി ഒരു 6 മാസത്തേക്ക് പുടിനുമായിട്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീരുമാനം എടുത്തത്. പുടിൻ എപ്പോൾ വേണേലും സംസാരിക്കാൻ റെഡിയാണ്. ശരിക്കും പറഞ്ഞാൽ യവന്മാർ യൂറോപ്യൻ യൂണിയനിൽ ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ഒരുത്തനും തലയ്ക്ക് വെളിവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ട്രംപിനെ ചുറ്റിയിരിക്കുന്ന ആൾക്കാരും ഈ യൂറോപ്യൻ യൂണിയനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ നേതാക്കളെല്ലാം ഇവർക്ക് എന്താണ് പ്രാന്താണോ ശരിക്കും? ഇത് ഓൾറെഡി തന്നെ പുടിൻ ഹംഗറിയിൽ വന്ന് സംസാരിച്ചിട്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അതും പുടിൻ പറയുന്നത് പെർമനൻ്റ് ആയിട്ട് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു യുദ്ധം അവസാനിപ്പിക്കൽ, അതാണ് വേണ്ടത്. അല്ലാതെ സീസ് ഫയർ കൊണ്ടുവരിക, ഉക്രൈൻ ആണെങ്കിലും റഷ്യ ആണെങ്കിലും വീണ്ടും ആയുധങ്ങളൊക്കെ സ്വരുക്കൂട്ടി വീണ്ടും വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ഒരു രീതി വേണ്ട. അവസാനിപ്പിക്കുന്നെങ്കിൽ ഒരു ബോർഡർ വരയ്ക്കുക, പെർമനൻ്റ് ആയിട്ട് അവസാനിപ്പിക്കുക യുദ്ധം. ഇതാണ് റഷ്യയുടെ തീരുമാനം. പിന്നെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുള്ളത് ഉക്രൈൻ നാറ്റോയിൽ ചേരരുത്. ഇതാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഈ നാറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ സോവിയറ്റ് റഷ്യ ആയിട്ട് ഇരുന്ന ആ റഷ്യൻ ഫെഡറേഷൻ ഉണ്ടല്ലോ, അത് ചിന്നാഭിന്നമായിട്ട് ചിതറിപ്പോയതിനു ശേഷം അതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും റഷ്യയ്ക്ക് ഉണ്ടാവും.